ഹായ് ഗൈസ്, നിങ്ങൾ NSMC രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ NSMC രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് അല്ലേ, NSMCക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ്, സബ്ജക്ട് വൈസ്, നിങ്ങളെ ക്ലാസ് വൈസ്, സബ്ജക്ട് വൈസ് എല്ലാം വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണുമ്പോൾ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട്, ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആണോ? അപ്പോൾ ഒറ്റ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ് ആൻഡ് നോ. ഓക്കെ, ഇത് ഒരേ സമയം ഡിഫിക്കൽട്ട് ആണ് എന്നാൽ ഡിഫിക്കൽട്ട് അല്ല. കാരണം 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് NSMCക്ക് ഉണ്ടാവുക. ഇത് NSMCക്ക് മാത്രമല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ പാറ്റേൺ എടുത്ത് നോക്കിയാലും ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ഡ്യൂട്ടി. ഓക്കെ, പിന്നെ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിട്ടും കാര്യമില്ല, പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് പിക്ക് ചെയ്യാം. ആദ്യം ഈസി ക്വസ്റ്റ്യൻസ്, പിന്നെ മോഡറേറ്റ്, പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെ സബ്ജക്ട് ഡെപ്ത് കാണിച്ചു കൊടുക്കാൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചില പ്രോബ്ലം വീഡിയോസ് ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് കാണാം, മീഡിയം ക്വസ്റ്റ്യൻസ് കാണാം, ഈസി ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ ടഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് ഡിഫിക്കൽട്ട് ആണോ? യെസ്. ഈസി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് ഈസി ആണോ? യെസ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എക്സാം ടൈമിൽ ടൈം മാനേജ് ചെയ്തിട്ട് ഈസിയിലോട്ടും മോഡറേറ്റിലോട്ടും പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതാണ് നമ്മൾ NSMCയിൽ ലക്ഷ്യം ഇടുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സ്പോഷർ തരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അല്ലാതെ ഇതിൽ പ്രൈസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് പാസ്സായാലും അല്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് പൈസ ഉണ്ട്. ഓക്കെ, അതല്ലാതെ കുറച്ച് റാങ്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് പ്രൈസ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം വേളയിൽ പഠിക്കാൻ സ്കോളർഷിപ്സ് കിട്ടും. ഓക്കെ, പക്ഷെ ഇതിനൊക്കെ പുറമെ അല്ലെങ്കിൽ ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പീരിയൻസ് തരിക എന്നുള്ളതാണ്. അല്ലെ, നിങ്ങൾ 8ലും 9ലും 10ലും 6ലും 7ലൊക്കെ പഠിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെന്ററിൽ പോയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുമ്പോൾ ടൈം ബേസ്ഡ്, ടൈം മാനേജ് ചെയ്തിട്ട്, അതുപോലെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെ, അതുപോലെ ഒരു സ്ട്രോങ്ങർ പിയർ പൂൾ, നിങ്ങളുടെ നിങ്ങളുടെ സ്കൂളിലെ യൂഷ്വൽ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലാതെ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല അടിപൊളി കുട്ടികളിപ്പോൾ, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് നമ്മളായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് ഇത് നിങ്ങൾ കാണണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷറാണ് നമ്മളിത് തരുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇത് ഒരു NSMC എക്സാമോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമോ ഈസി ആണോ ടഫ് ആണോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളത് ടൈം മാനേജ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കുക എന്നുള്ളതെടുത്താണ് നമ്മുടെ ഒരു കഴിവ്. ഓക്കെ, അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പോഷർ എന്ന് പറയുന്നത്. അത് നമ്മൾ നേടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ NSMCയുടെ ലക്ഷ്യം. ഓക്കെ, ദെൻ നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് അവർക്കുള്ളൊരു പ്രോത്സാഹനം മാത്രമാണ് ഈ പ്രൈസും അത് കഴിഞ്ഞിട്ടുള്ള സ്കോളർഷിപ്സും ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് എയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, യൂട്യൂബ് വീഡിയോസ് യൂസ് ചെയ്യാം, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പേപ്പേഴ്സ് ആയിട്ട് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് വീഡിയോസ് തന്നെ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, വേറെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒക്കെ പേപ്പേഴ്സ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. അത് ഈ ഒരു ലെവലിലുള്ള പേപ്പേഴ്സ് തന്നെ കിട്ടും. ഒളിമ്പ്യാഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെല്ലെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒളിമ്പ്യാഡ് ലെവലൊന്നല്ല ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷെ വളരെ ഈസി ആയിട്ടും അല്ല. ഓക്കെ, അപ്പോൾ അതിന്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ടഫ് ആയത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ടഫ് ആയത് ഒരുപാട് ആൾക്കാർക്ക് മിസ്സാവും. ഈസി ആയത് കുറെ ആൾക്കാർ ശരിയാക്കും. അവിടെയാണ് നിങ്ങളെ പോയിന്റ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ആ പെർട്ടിക്കുലർ ടൈമിന്റെ ഉള്ളിൽ ഈസി ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് അതിലോട്ട് ഫോക്കസ് ചെയ്ത് പിന്നീട് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം. അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പോഷർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫിക്കൽട്ടി ഈസ് നോട്ട് എ ബാരിയർ, ഇറ്റ് ഈസ് ദ പോയിന്റ്. ഓക്കെ, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ അതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഈസി എക്സാം ആക്കുകയാണെങ്കിൽ ബോർഡ് എക്സാം എഴുതിയാൽ പോരെ, എന്തിനാ നമ്മൾ വേറെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒക്കെ എഴുതി ബാക്കിയുള്ള കേരളത്തിലെ കുട്ടികളോട് കഷ്ടപ്പെട്ട് മത്സരിക്കുന്നത്? ഓക്കെ, നോ, അതല്ല പോയിന്റ്. ഓക്കെ, ഡിഫിക്കൽട്ട് ആക്കുക നമ്മുടെ ഒരു ലെവല്. കേരളത്തിൽ എല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ കൊടുത്താൽ എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്യും. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയില്ല. അതാണ് സ്കൂൾ എക്സാമിൽ സംഭവിക്കുന്നത്.
ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി കുട്ടികളിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും അടിപൊളി കുട്ടികളിപ്പോൾ ഇരുന്നിട്ട് നമ്മൾ എവിടെയാണെന്ന് അറിയാം. ഇനി നമ്മൾ കുറച്ച് താഴ്ന്നു പോയെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, മുന്നോട്ട് പോവാം. നമ്മൾ മുകളിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഈ ചെയ്യുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്യുക, കീപ് എന്താണ് ഡൂയിങ് വാട്ട് ഐ എം ഡൂയിങ് നൗ. ഓക്കെ, അതാണ് നിങ്ങൾ NSMC ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. ഓവർ ടൈം ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആവും, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആവും. അതാണ് ഈ എക്സാമിന്റെ പോയിന്റ്. അതാണ് നമ്മൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എക്സാം മിസ്സാക്കാതെ പോയിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.